ഇടവിട്ടുള്ള വേനൽ മഴയിൽ കൊതുക് പെരുകുന്ന പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനിക്ക് സാധ്യതയേറെയെന്നും മുൻകരുതലെടുക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. ഇടവിട്ടുള്ള വേനൽ മഴയിൽ കൊതുക് പെരുകുന്ന പശ്ചാത്തലത്തിലാണ് മുൻകരുതലെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകിന് അനുയോജ്യമായ സാഹചര്യം ഒഴിവാക്കണം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക, മലേറിയ തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങളെയും ഇതുവഴി പ്രതിരോധിക്കാം. വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിർത്തരുത്. ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ ക്യാമ്പയിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുകയാണ്. പനിയോടൊപ്പം തലവേദന, കണ്ണിനു പുറകിൽ വേദന, പേശീവേദന, സന്ധിവേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകൾക്കും സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ പാടില്ല. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ളതിനാൽ ചികിത്സ തേടണം. പനി മാറിയാലും 4 ദിവസം സമ്പൂർണ്ണ വിശ്രമമാകാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിക്കാം. വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുക് വലയ്ക്കുള്ളിലാകണം. ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധയുണ്ടായാൽ അപകടമാണ്. വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, വലിച്ചെറിയുന്ന ചിരട്ടകൾ, പൊട്ടിയ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഫ്രിഡ്ജിന്റെ അടിഭാഗത്തെ ട്രേ, മണി പ്ലാന്റുകൾ, ചെടികളുടെ അടിയിൽ വെച്ചിരിക്കുന്ന ട്രേ, വലിച്ചെറിഞ്ഞിരിക്കുന്ന ടയറുകൾ, വിറകും മറ്റും നനയാതെ മൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ടാർപോളിൻ, റബ്ബർ പാൽ സംഭരിക്കുന്ന ചിരട്ടകൾ, കമുകിൻ പാളകൾ, നിർമ്മാണ സ്ഥലങ്ങളിലെ ടാങ്കുകൾ, വീടിന്റെ ടെറസ്, സൺഷെയ്ഡ്, മഴവെള്ളപ്പാത്തികൾ എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം തുടങ്ങിയ ഉറവിടങ്ങൾക്ക് ഇട നൽകരുത്. ഞായറാഴ്ചകളിൽ വീടുകളിലും, വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും DMO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.